പക്ഷേ CPM ഹാൻഡിലുകൾ ഇതിനെ എടുക്കുന്നത് കൊല്ലാൻ വന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ പറഞ്ഞു നിന്നെ കൊന്നിട്ടേ പോകൂ എന്നുള്ളതാണ്. പിന്നെ ആള് കൂടുകയും ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ അത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ CPM ആണ് ഇതിലെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ഒരു രസകരമായ ഒരു കാര്യം, ഫാഷിസത്തിനെതിരെ ഏറ്റവും അധികം കവലപ്രസംഗങ്ങൾ നടത്തുകയും മനുഷ്യച്ചങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അത് ഫാസിസ്റ്റ് ശക്തിയായി സ്വയം മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജനുസാണ് CPM-നുള്ളത്. അല്ല, അത് മുമ്പേ അത് കുറേശ്ശെ ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ധാർമ്മികതയിൽ ഊന്നിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം തികച്ചും അധാർമികമായി പോകുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു പ്രത്യേകത. ഇതിന്റെ ഫലമായി എന്തുണ്ടായെന്നറിയാമോ? പാർട്ടിയിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കും. നല്ലവരുടെ പിന്മാറ്റം പാർട്ടിയിൽ ഒരുപാടുണ്ടായിരിക്കുന്നത്. പാർട്ടി ചിന്തിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ലവരുടെ, ഞാൻ ഇതുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 5000-ഓളം റെസിഡൻസ് അസോസിയേഷനിൽ കേരളത്തിൽ ഉള്ളവയുടെ ഒരു കേന്ദ്ര ഭാരവാഹിയായി, പ്രസിഡന്റായും സെക്രട്ടറിയായും തന്നെ 20 വർഷത്തോളം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ജനങ്ങളുടെ പൾസ് നല്ലവർ അറിയാം. അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പൾസ് അറിയാം. താഴെത്തട്ടിലുള്ളവരുടെയും മിഡിൽ ലെവലും ടോപ്പ് ലെവലുള്ളവരുമായിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു പുനർചിന്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നവരിൽ ഷാജൻ കറിയയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതും വളരെ വേണ്ടപ്പെട്ടവർ ചോർത്തി കൊടുക്കുന്നതാണ്. അതാണ് പാർട്ടി മനസ്സിലാക്കാത്തത്. ഇത് ഷാജൻ സ്കറിയ എവിടെയെങ്കിലും പോയി മോട്ടിച്ചോണ്ട് വരുന്നതല്ല. ഷാജൻ സ്കറിയ എങ്ങും പോകുന്നില്ല. ഷാജൻ സ്കറിയ അയാളുടെ ഓഫീസിലിരിക്കുകയും അയാളുടെ ഓഫീസിലേക്ക് പാർട്ടിക്കാർ തന്നെ കൊണ്ടുവന്ന് പലതും കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതെങ്ങനെ പാർട്ടി തടുക്കും? അവരെയല്ലേ അടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് ഷാജനെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത് ഷാജൻ പോയാൽ വേറൊരാൾക്ക് ഇത് കിട്ടും, അവരിത് തട്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു രംഗത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് നിലവിലുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഇവിടുത്തെ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ആർക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 19(1)A ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇത് വളരെ വലുതാണ്.